ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിനെ കുറിച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ സ്വന്തം അഭിപ്രായങ്ങളും വിമർശനങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പോസിറ്റീവിനേക്കാൾ കൂടുതൽ ജാസ്മിന്റെ നെഗറ്റീവാണ് ഏറെ ചർച്ചയായത്. ഇതിനിടെയാണ് ഷോയിൽ നിന്നും ഗബ്രി പുറത്താകുന്നത്. വലിയ ഞെട്ടിലുണ്ടാക്കിയ പുറത്താകലായിരുന്നു ഗബ്രിയുടേത്. ഇപ്പോഴത്തെ ജാസ്മിനെ കുറിച്ചുള്ള നടിയും അവതാരകയുമായ ആര്യ ബെഡായുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു ആര്യ. ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ആര്യയുടെ പ്രതികരണം. ജാസ്മിൻ ആയിരിക്കുമോ കപ്പ് എന്ന ചോദ്യത്തിന് അറിയില്ല, ചിലപ്പോൾ ആകാം, ആവാതിരിക്കാം എന്നായിരുന്നു ആര്യയുടെ മറുപടി. ജാസ്മിന് അത്യാവശ്യം സപ്പോർട്ടുണ്ട്. പുറത്ത് ജാസ്മിന്റെ ഇമേജ് മാറി. ജാസ്മിൻ ട്രാക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ജാസ്മിൻ കുറെ കൂടി നല്ലതാകും. ജാസ്മിന് പോസിറ്റീവായി വരും. മാത്രമല്ല ഫേവറിസം ഉണ്ടാകുമോ എന്ന് അറിയില്ലെന്നും ആര്യ വ്യക്തമാക്കി. ജാസ്മിനുമായി താരതമ്യം ചെയ്യുന്നത് തന്നെയാണ്. സീസൺ 2 ആര്യയ്ക്ക് ഒരു കപ്പ് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ തനിക്ക് ഇതുമായി ഒരു അറിവുമില്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ പറയുമ്പോഴാണ് അതറിയുന്നത്. എനിക്കത് വ്യക്തിപരമായി മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എനിക്ക് ആരും അതിനകത്ത് കപ്പ് തരാമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. പുറത്തു വന്ന ശേഷമാണ് താൻ പല കാര്യങ്ങളും അറിഞ്ഞതെന്നും ആര്യ പറയുന്നുണ്ട്. അന്നേ തങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് വെൽ എഡിറ്റഡ് ഷോ ആണെന്ന്. എന്ത് പുറത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആണ്. ആരെ എങ്ങനെ കാണിക്കണം, ആദ്യം എങ്ങനെ കാണിക്കണം, പിന്നീട് എങ്ങനെ കാണിക്കണം, ഇതെല്ലാം ക്രിയേറ്റേഴ്സിന്റെ കയ്യിലാണ്. തങ്ങളുടെ സീസണിൽ 24 മണിക്കൂറും ഉണ്ടായിരുന്നില്ല. ആകെ 1 മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നതെന്നും ആര്യ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല നല്ല മത്സരാർത്ഥികളൊക്കെ ഇതിനോടകം തന്നെ പുറത്തായാലോ, ഇനി അതിനകത്തുള്ളതിൽ ആർക്ക് കപ്പ് കിട്ടിയാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് ആര്യ പറയുന്നത്. ഈ ഷോയിൽ പങ്കെടുക്കാതെ പുറത്തുനിന്ന് കണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടം പോയെന്നും ആര്യ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കുറച്ച് അധികം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടാകാം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ബിസിനസ് ആണ്. അവർ കാശുണ്ടാക്കുന്നതാണ്. ജനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകണമല്ലോ എന്നാണ് ആര്യ ചോദിക്കുന്നത്. മാത്രമല്ല പുറത്തായ ഗബ്രിയെ കുറിച്ചും ആര്യ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഗബ്രി. ഫൈനൽ 5 വരേണ്ടയാളായിരുന്നു ഗബ്രി. ജാസ്മിൻ ഗബ്രി പ്രണയം സ്വാഭാവികമായിരുന്നുവെന്ന് തുടക്കത്തിൽ തോന്നിയിരുന്നില്ലെങ്കിലും ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നും ആര്യ തുറന്നു പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസവും ജാസ്മിനെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി ആര്യ പ്രതികരിച്ചിരുന്നു. ജാസ്മിന് നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് മാറി വരുന്നുണ്ടെന്നും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയാലുള്ള ജാസ്മിന്റെ അവസ്ഥയോർത്ത് വിഷമമുണ്ടെന്നുമാണ് ആര്യ പ്രതികരിച്ചത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. തുടക്കം മുതൽ തന്നെ ഷോയിൽ ആധിപത്യം നേടാൻ ജാസ്മിന് സാധിച്ചിരുന്നു. അതേസമയം തന്നെ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങി. ഇരുവരും മുൻകൂട്ടി തയ്യാറാക്കി വന്ന പ്രണയ നാടകം കളിക്കുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം. ഇരുവരുടെയും അടുപ്പം കടുത്ത വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് വഴിയൊരുക്കിയത്. ജാസ്മിന്റെ ജീവിതത്തിൽ പോലും പല മാറ്റങ്ങൾക്കും ഗബ്രിയുമായുള്ള സൗഹൃദം കാരണമാവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.